ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ ബെൽസ്. അപ്പോൾ ഈ കാണുന്നത് ഒരു ജാക്കറ്റ് മോഡൽ കുർത്തയുടെ ഒരു മെഷർമെൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്ലീറ്റഡ് സ്ലീവ്ലെസ് കുർത്തയുടെ പാറ്റേൺ മേക്കിംഗ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത ഒരു കുർത്തയാണിത്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഇഞ്ച് ടോട്ടൽ ഷോൾഡർ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വേണ്ട നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചസാണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഒരു സൈഡിലാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് 3 ഇഞ്ചസ് വേണം. ഇവിടെ നിന്ന് ഇവിടെ വരെ 3 ഇഞ്ചസ് നമ്മൾ ഓപ്പൺ കൊടുക്കണം. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വേണ്ടത് നമുക്കൊരു 8.5 ഇഞ്ചസാണ്. സോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മെഷർമെൻറ്റും ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ആ ഒരു മിഡിലെത്തുമ്പോഴേക്കും നമുക്ക് ഈ ഭാഗം എത്തുമ്പോഴേക്കും അതിൻ്റെ വിഡ്ത്ത് ഏകദേശം ഒരു 4 ഇഞ്ചസിലേക്കൊക്കെ വരും. അതിനുശേഷം വീണ്ടും അത് നെക്ക് ചെറുതായി 3 ഇഞ്ചസിലേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്യും. സോ ഇത് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ആം ഹോള് ഷോൾഡർ സ്റ്റോപ്പ് ഇട്ടു. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യും. ആം ഹോൾ നമ്മളുടെ മെഷർമെൻറ്റ് എടുക്കുക, കട്ട് ചെയ്യാം. പിന്നെ വേണ്ട പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റാണ്. സ്ലിറ്റ് ഇത് നമ്മളിതിൻ്റെ താഴെ നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്പ് പ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സ്ലിറ്റ് ഇത്തിരി ഹൈ സ്ലിറ്റ് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമ്മളിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് വരുന്ന മെഷർമെൻറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളിവിടെ സ്ലിറ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വെറുതെ സ്ലിറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ഷേപ്പും മെഷർമെൻറ്റും എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നമ്മളുടെ പാറ്റേൺ ഇതായിരുന്നു. നമ്മുടെ പാറ്റേൺ ആ ബട്ടർലോയിൽ ചെയ്ത ആ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റും പോയിൻറ്റ്സും മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തിട്ട് നമ്മളതിന് ജസ്റ്റ് ഒരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. ഫെദർ സ്റ്റിച്ച് വെറുതെ കൊടുത്താണ്. അപ്പോൾ അത് യെല്ലോയോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഫെദർ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. സോ ഇതാണ് അപ്പോൾ നമ്മളുടെ പാറ്റേൺ. അപ്പോൾ ഇത് നമ്മളുടെ ഫ്രണ്ട് പീസാണ്. നമ്മുടെ ബാക്ക് പാർട്ടിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നെക്ക് കുറച്ച് ഹൈ നെക്ക് കുർത്തിയൊക്കെ നമ്മൾ കട്ട് ചെയ്യണ പോലെ നമ്മളിതിൽ കയറ്റിയാണ് ഷോൾഡർ നെക്കിന് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം 8 ഇഞ്ചസ് വരും. ആ ഒരു റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ എംബ്രോയ്ഡറി വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്യും. സ്ലിറ്റ് വരുന്നത് നമുക്ക് 14 to 16 മുതൽ നമുക്ക് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫുൾ ലെങ്ത്ത് എത്രയാണ്, ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മുടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇതിനകത്ത് ഞാൻ സ്ലീവ്സിൻ്റെ കട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സ്ലീവ്സാണ്. സാധാരണ നോർമൽ സ്ലീവ്സാണ് വയ്ക്കുന്നത്. സ്ലിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മളതിൻ്റെ താഴെയുള്ള പാനൽ കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്ലിറ്റ് ഇത്തിരി കയറിയാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു സ്ലിറ്റ് കുറച്ച് കയറുന്നതാണ് ഇതിന് ഒരു ഭംഗിയും തോന്നുന്നു. പിന്നെ സ്ലീവ്സ് നോർമൽ സ്ലീവ്സാണ്. അതിൻ്റെയും കട്ടിങ്ങോ പാറ്റേൺ മേക്കിങ്ങോ ഒന്നും പറയുന്നില്ല. സോ ഈ ഒരു മോഡൽ ആണ് നമ്മളുടെ ജാക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ കഴുത്ത് ഇത്രയും വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് വേറെ പ്രത്യേകിച്ച് ഫ്രണ്ട് ഓപ്പണിംഗ് അല്ലെങ്കിൽ ബാക്ക് ഓപ്പണിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കളയാം. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.